ഹലോ ഡിയർ ലോ ആസ്പിറൻസ് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. സാർ BBA ആണോ നല്ലത്, BA ആണോ നല്ലത്, BCom ആണോ നല്ലത്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് BA LLB കോമ്പിനേഷൻ, എന്താണ് BBA LLB കോമ്പിനേഷൻ, എന്താണ് BCom LLB കോമ്പിനേഷൻസ്, ഏതൊക്കെ കോളേജുകളിലാണ് ഈ കോഴ്സുകൾ, പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജുകളിൽ ഏതൊക്കെ കോളേജുകളിലാണ് ഈ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് BA എടുത്താലുള്ള ഗുണം, എന്താണ് BBA എടുത്താലുള്ള ഗുണം, എന്താണ് BCom എടുത്താലുള്ള ഗുണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റി വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഷെയർ ചെയ്യാറുണ്ട്. അത് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പ്രധാനമായിട്ടും ഉള്ള കോമ്പിനേഷൻസിൽ BA, BBA, BCom, ഇതിൽ BA എന്താണെന്നുള്ളത്, BA LLB എന്താണെന്നുള്ളത് പരിശോധിക്കാം. BA LLBയിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്ന തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലാണ് BA LLB കോമ്പിനേഷൻ ഉള്ളത്. ഇവിടെ ഉള്ളത് BA ഇംഗ്ലീഷും LLBയും എന്ന കോമ്പിനേഷനാണ്. എന്താണ് BA LLB അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് വിത്ത് LLB എടുത്താലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. BA ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ നിയമത്തിൽ പൊതുവേ പറയാറുള്ളത് BBAയും BCom ആയിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് BA LLBക്ക് അത്ര വാല്യൂ പോരാ എന്നുള്ളതാണ്. പണ്ടാണെങ്കിലും എല്ലാവരും BA LLBക്കാരും ആയിരുന്നതാണ്. ഇവിടെ BA എടുക്കുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ ആ ചിന്തകളൊക്കെ മാറി. അതായത് നമ്മൾ ഈ കോർപ്പറേറ്റ് ലെവലിലേക്ക് പോകാൻ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ മാത്രമേ നിയമം എടുക്കുന്നുള്ളൂ എന്ന ഒരു ഏരിയയൊക്കെ മാറി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ലീഗൽ ജേർണലിസം വലിയ എക്സ്പോഷർ ഉള്ളൊരു ഏരിയയാണ്. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ BA ജേർണലിസവും ലോയും കോമ്പിനേഷനായിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജേർണലിസം എന്നൊരു ഏരിയയിലേക്കും കൂടി ലോയുടെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നു. അവിടെ ഈ ലൈവ് ലോ, ബാർ ആൻഡ് ബെഞ്ച് ഇവർ പോലുള്ള ഇത്തരം വെബ്സൈറ്റുകളൊക്കെ വഹിച്ച റോള് വളരെ വലുതാണ്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ നിങ്ങൾ നോക്കുമ്പോൾ പോലും ഒരു നിയമ വിദഗ്ധനെയൊക്കെ നിങ്ങൾ ചർച്ചയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ലോ അറിയുന്ന ആളുകൾക്ക് ജേർണലിസത്തിലേക്ക് കുറേ കൂടിയും ഒരു സാധ്യതകൾ തുറന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലും നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള ജ്ഞാനവും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത്തരം ഏരിയകളിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ BA നിങ്ങൾക്ക് വലിയ ഉപകാരമാണ് നിങ്ങൾക്ക് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോൾ ലീഗൽ ജേർണലിസത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് BA ഇംഗ്ലീഷും ലോയും നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലോയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഡ്രാഫ്റ്റിംഗ്. ഇപ്പോൾ എല്ലാ പെറ്റീഷനുകളും ഹൈക്കോടതിയിലാണെങ്കിലും ട്രയൽ കോർട്ടിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പെറ്റീഷനുകളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ്. കാരണം അവിടുത്തെ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ട്രയൽ കോടതിയിലും തന്നെ ഇപ്പോൾ മെയിൻ്റനൻസ് പെറ്റീഷൻ, സിവിൽ സ്യൂട്ടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൻ്റെ നല്ല അറിവും പ്രാവീണ്യവും ഉള്ള ആളുകൾക്ക് സീനിയേഴ്സിൻ്റെ അടുത്ത് അതായത് സീനിയേഴ്സ് ജൂനിയേഴ്സിനെ ഓഫീസിലെടുക്കുന്ന സമയത്തും ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഉറപ്പായിട്ടും എടുക്കും. കാരണം എന്താ, ഡ്രാഫ്റ്റിങ്ങിന് ഇവരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇത്തരം ഏരിയകളിലൊക്കെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് വലിയ റിലവൻസ് ഉണ്ട്. അപ്പോൾ BA ഇംഗ്ലീഷും ലോയും ചെയ്യാൻ നിങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു നല്ല കോമ്പിനേഷനാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട്, കാരണം അത് ലോയർക്ക് ആവശ്യമായിട്ടുള്ളൊരു സ്കില്ലാണ്. ഒരാശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്യാനും ഒരു റിപ്ലൈ നോട്ടീസ്, ഇപ്പോൾ ട്രേഡ് മാർക്കിലേക്കൊക്കെ തിരിയുന്ന ആളുകൾക്ക് നമുക്കറിയാമല്ലോ, ട്രേഡ് മാർക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്ഷൻ വരും. ആ ഒബ്ജക്ഷനെ നമ്മൾ റിപ്ലൈ കൊടുക്കും. അതൊക്കെ ഇംഗ്ലീഷിലാണ് ഡ്രാഫ്റ്റ് ചെയ്യുക. അവിടെയൊക്കെ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് വലിയ പിവറ്റലായിട്ടുള്ളൊരു റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് BA ഇംഗ്ലീഷും ലോയും അത്തരം ഏരിയകളിലേക്ക് പോകുമ്പോഴും ഒരു നല്ല കോമ്പിനേഷനായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഓഫർ ചെയ്യുന്ന കേരളത്തിലെ കോളേജ് ട്രിവാൻഡ്രം ലോ കോളേജാണ്. ട്രിവാൻഡ്രം ലോ കോളേജ് നല്ല കോളേജാണ്. അക്കാഡമിക് തലത്തിൽ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള കോളേജാണ്. അതിന് പുറമെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലും ട്രിവാൻഡ്രം ലോ കോളേജ് വളരെ മുന്നിലാണ്. മാത്രമല്ല ഇന്റേൺഷിപ്പൊക്കെ ചെയ്യാൻ സെക്രട്ടേറിയറ്റ് പോലുള്ള ഒരുപാട് നിയമ സ്ഥാപനങ്ങൾ അവിടെ നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണ്. സോ അതൊരു നല്ല ഓപ്ഷനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നൗ കംസ് ദി സെക്കൻഡ് വൺ, BBA LLB. BBA LLBയിലേക്ക് വരുമ്പോൾ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ രണ്ട് പ്രധാനപ്പെട്ട കോളേജുകൾ, ഒന്ന് ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട്, ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂർ, ഈ രണ്ട് കോളേജുകളിലുമാണ് BBA LLB ഓഫർ ചെയ്യുന്നത്. എന്താണ് ഈ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? ബിസിനസ്സിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആണ് ഇവിടെ കൂടുതലും ചർച്ച ചെയ്യുക. BComലേക്ക് വരുമ്പോൾ നമ്മൾ അക്കൗണ്ട്സ് റിലേറ്റഡ് കാര്യങ്ങൾ പറയുമ്പോൾ BBAയിലേക്ക് വരുമ്പോൾ തിയറി ഓഫ് ബിസിനസ്സാണ് പറയുക. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ കൊമേഴ്സിൽ തന്നെ ബിസിനസ് സ്റ്റഡീസൊക്കെ പഠിച്ച കുട്ടികൾക്കറിയാം, ഇതിലെ ഓരോ സബ്ജക്റ്റുകളിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓരോ ഏരിയകൾ നിങ്ങൾ BBA പഠിക്കുന്ന സമയത്ത് ഓരോ പേപ്പറുകളാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതൊരു സബ്ജക്റ്റായിട്ടല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അവിടെ ഒരു ചാപ്റ്ററായിട്ടാണ് പഠിച്ചിട്ടുണ്ടാവുക. BBAയിലേക്ക് വരുമ്പോൾ അതൊരു സബ്ജക്റ്റാണ്, ഒരു പേപ്പറാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ്സിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സ്, ഞാൻ പറയുന്നു പ്രാക്ടിക്കലായിട്ടുള്ള അക്കൗണ്ട്സ് അല്ല,
പകരം തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് ഇവിടെ കൂടുതലും ചർച്ച ചെയ്യുക. അത് ഓരോന്നും ഓരോ പേപ്പറുകളായിട്ടായിരിക്കും പഠിക്കുക. പഠിക്കാൻ കമ്പാരിറ്റീവ്ലി മാത്സ് മറ്റ് പോലുള്ള സംഗതികൾ ഇല്ലാത്തത് കൊണ്ട് BBA എളുപ്പമാണ്. കാണാപ്പാഠം പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര എളുപ്പമാണ്. എന്താണ് പാക്കേജിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്. ഒരു പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത് BBAക്കാർ പെട്ടെന്ന് ക്ലിയർ ആയി പോകും. കാരണം തിയറി പഠിച്ച് പോയാൽ തന്നെ ഒരുവിധം ടക്കെന്ന് പറഞ്ഞ് കയറിപ്പോവാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് BBA. ഇനി BBAൻ്റെ സാധ്യതകൾ പറയുകയാണെങ്കിൽ BBA കഴിഞ്ഞ ഒരാൾക്ക് LLB ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ BBA LLBയും MBAയും ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല കോമ്പിനേഷനാണ്. MBA കഴിഞ്ഞ, കാരണം കോർപ്പറേറ്റ് ലെവലിലൊക്കെ നിങ്ങളൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് യു ഹാവ് ഗോട്ട് BBA MBA വിത്ത് LLB, ഇതൊരു നല്ല കോമ്പിനേഷനായിട്ട് വരും. അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ബിസിനസ് ലോസ്, ഇപ്പോൾ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു ചില അവരുടെ പ്രത്യേക കോഴ്സുകളുണ്ട് 1 ഇയറിൻ്റെ. ബിസിനസ് ലോസിൽ മാസ്റ്റർ ആവുക, അവിടെയും നിങ്ങളുടെ BBA നിങ്ങളെ സഹായിക്കും. കാരണം ഈ കോർപ്പറേറ്റ് ലെവലിൽ ജോലികളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ പുതിയ കുറേ പദങ്ങൾ കേൾക്കും. ഒരുപക്ഷെ BA LLBക്കാരൻ കേൾക്കാത്ത ചില പദങ്ങളായിരിക്കും അത്. ഇപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, സ്റ്റോക്ക്, ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്, ഇതൊക്കെ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ബേസ് പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല BA LLB എടുത്തിട്ടാണ് നിങ്ങൾ കോർപ്പറേറ്റിലേക്ക് തിരിയുന്നതെങ്കിൽ. എന്നാൽ BBA LLB എടുത്ത് കോർപ്പറേറ്റ് ലെവലിലേക്ക് പോകുന്ന ആളാണ്, ഇത് ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ആ ടീച്ചർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ഒരു ചിന്തയെങ്കിലും വരും. അപ്പം നിങ്ങളുടെ ബേസ് ഒന്നും കൂടിയും കോർപ്പറേറ്റ് ജോലികളിലേക്ക് പോകുമ്പം ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയും എന്ന ഒരു ഗുണം ഇവിടെ നിങ്ങൾക്കുണ്ടാവും. BBA LLB ഓഫർ ചെയ്യുന്ന കേരളത്തിലെ കോളേജുകൾ പ്രധാനമായിട്ടും ഗവൺമെൻറ് കോളേജുകൾ, ഒന്ന് തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജും കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജുമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. നല്ല കോളേജുകളാണ്. ഇതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ ഇപ്പോൾ എക്സാം നടത്തിപ്പിലും മറ്റു കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കയറിയ മക്കൾ നമ്മളടുത്ത് തന്നെ പറയുന്നുണ്ട്, അവരെ ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞു, 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ ഫസ്റ്റ് സെം എക്സാം വന്നു. ഇപ്പോൾ അവരുടെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അക്കാഡമിക് തലത്തിൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് മീറ്റുകൾക്കൊക്കെ കുട്ടികളെ കോഴിക്കോട് ലോ കോളേജിൽ നിന്നൊക്കെ ഒരുപാട് കൊണ്ടുപോകുന്നുണ്ട്. LLMൽ മികച്ച, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മികച്ച റാങ്ക് വാങ്ങിച്ചത് തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിലെ കുട്ടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് അക്കാഡമിക് തലത്തിലും നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസിലും ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്ന കോളേജുകളാണ് തൃശ്ശൂരും കോഴിക്കോടും ഗവൺമെൻറ് ലോ കോളേജുകൾ. ഇവിടെയാണ് BBA ഓഫർ ചെയ്യുന്നത്. ദി ലാസ്റ്റ് വൺ, BCom LLB. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു കോഴ്സാണ് BCom LLB. BCom LLB ഓഫർ ചെയ്യുന്ന കേരളത്തിലെ കോളേജുകൾ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഹിസ് ഹൈനസ് മഹാരാജാസ് എറണാകുളം ഗവൺമെൻറ് ലോ കോളേജാണ്. ഭയങ്കര രസമുള്ള കോളേജാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നൊരു കോളേജാണ്. കാരണം എന്താ പറയുക, തൊട്ടടുത്ത് മഹാരാജാസ് കോളേജിനോട് ചേർന്ന് നിൽക്കുന്ന കോളേജാണ്. തൊട്ട് മുന്നിൽ സുഭാഷ് പാർക്ക്, തൊട്ടപ്പുറത്ത് മറൈൻ ഡ്രൈവ്, അതിൻ്റെ തൊട്ടടുത്ത് ഹൈക്കോടതി, അതിൻ്റെ അപ്പുറത്ത് സെൻറ്റ് ട്രീസ കോളേജ്. അപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങളൊരു വൈബൊക്കെ ഇഷ്ടപ്പെടുന്ന കോളേജ് ലൈഫ് അങ്ങോട്ട് 4 വർഷം 5 വർഷം അടിപൊളിയാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് എറണാകുളം ലോ കോളേജ് വെരി ഗുഡ് ഓപ്ഷൻ. കാരണം അക്കാഡമിക്സിൻ്റെ അത്യാവശ്യം നല്ല കോളേജാണ്. ഹൈക്കോടതികളുള്ളത് കൊണ്ട് തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കേരളത്തിലെ തന്നെ പ്രോമിനൻറ്റ് ലോയേഴ്സിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. എന്നാൽ വൈബുണ്ട്. എറണാകുളത്തിൻ്റെ എല്ലാ രസങ്ങളും നിങ്ങൾക്ക് ആസ്വദിക്കാം. പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ ഉള്ളവർക്കൊന്ന് മാറി ഇതൊക്കെ നിൽക്കണം, വീട്ടിൽ നിന്ന് ഇനി പഠിക്കണ്ട എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ എറണാകുളം ലോ കോളേജ് അത്തരത്തിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കോളേജുകളിൽ ഒന്നാണ്. BCom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൊമേഴ്സിൻ്റെ, അതായത് കൊമേഴ്സിലെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ഏരിയയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ BCom BBA തമ്മിൽ പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, BBAയിൽ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ചർച്ച ചെയ്യുമ്പോൾ BComലേക്ക് വരുമ്പോൾ കുറേ കൂടി പ്രാക്ടിക്കലായിട്ടുള്ള അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറുകൾ, ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നത്, ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ BCom പേപ്പേഴ്സിലാണ് കൂടുതലായിട്ടും വരിക. BBAയിൽ വരും, വലിയ എന്നല്ല, പക്ഷേ BComലായിരിക്കും കൂടുതലായിട്ടും വരിക. പിന്നെ മാത്രമല്ല, ഏതൊരു സ്ഥാപനം നമ്മൾ എടുത്തു നോക്കിയാലും അവിടെ ബിസിനസ്സിന് അഡ്വൈസ് കൊടുക്കാൻ, ഇപ്പോൾ ചെറിയ സ്ഥാപനങ്ങൾ ബിസിനസ്സിൽ അഡ്വൈസ് കൊടുക്കാൻ ആളില്ല എങ്കിൽ പോലും അവിടെ കൃത്യമായിട്ടൊരു അക്കൗണ്ടൻറ്റ് ഉണ്ടാവും. എന്താ കാരണം, എല്ലാ വർഷവും ഗവൺമെൻറ്റിന് നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യണം, ടാക്സിൻ്റെ റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യാനുള്ളതിനെ കൊണ്ട് ഒരു അക്കൗണ്ടൻറ്റ് എല്ലാ സ്ഥാപനത്തിലും ഉണ്ടാവും. അപ്പോൾ ഈ അക്കൗണ്ടൻറ്റുമാരാവുന്ന ആളുകൾ BCom കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് BComൻ്റെ ബേസ് ഉണ്ടായ ഒരു ജോലിയും ശരിയായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റ് ആയിട്ടെങ്കിലും പോയി ഇരിക്കാൻ പറ്റും. പകരം പല സ്ഥാപനങ്ങളും നമ്മൾ നോക്കുമ്പോൾ ബിസിനസ്സിൽ അഡ്വൈസ് കൊടുക്കാൻ BBAക്കാരില്ലെങ്കിൽ പോലും BCom കഴിഞ്ഞ ഒരാളെ അക്കൗണ്ടൻ്റ് ആയിട്ട് ഇരുത്താറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്, അക്കൗണ്ടൻ്റ് ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് ഒരു സ്ഥാപനത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ BComൽ നിങ്ങൾ പഠിക്കുക അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് മാത്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന പേപ്പേഴ്സാണ്. അപ്പോൾ ആ പേപ്പറുകളൊക്കെ അഡ്വാൻസ് ലെവലിൽ, ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പേപ്പറുകളൊക്കെ നിങ്ങളവിടെ പഠിക്കും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ MCom ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് CS ചെയ്യുന്നതാണ്.
അതായത് സി എസും ലോയും ഒരു എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ഒരുപാട് ഇപ്പോൾ ദുബായിൽ, ഖത്തറിൽ, അവിടെയൊക്കെ നമ്മൾ ലിങ്ക്ഡിനിൽ കയറി കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും കാണാറുണ്ട് സി എസും ലോയും ഉള്ള ആളുകൾ ഹയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം ലോയിന് ഒരുപാട് പേപ്പറുകൾ കമ്പനി സെക്രട്ടറിഷിപ്പിലും ആവശ്യമായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ സി എസിൻ്റെ പേപ്പേഴ്സിൽ പലതും ലോ പേപ്പേഴ്സാണ്, കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ള ഒരാളെ ഏത് കമ്പനിയും ഹയർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ സി എസ് ലോ കോമ്പിനേഷൻസ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ബി കോമിൻ്റെ ഒരു ബേസ് ഉണ്ടെങ്കിൽ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് എറണാകുളം ലോ കോളേജ് അല്ലെങ്കിൽ ബി കോം LLB എന്നൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലിങ്ങനെയുള്ള ഒരു സാധ്യതകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഏരിയകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും നമ്മളടുത്ത് എൻക്വയറിയിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇപ്പോൾ മുനിസിപ്പൽ മജിസ്ട്രേറ്റിന് പോകുമ്പോൾ LLMന് പോകുമ്പോൾ ഇത് റിലവൻ്റ് ആണോ, BA ആണോ, BCom ആണോ, BBA ആണോ എന്നുള്ളത്. ഒരിക്കലുമല്ല. നിങ്ങൾ BA LLB ചെയ്താലും BCom LLB ചെയ്താലും BBA LLB ചെയ്താലും നിങ്ങൾ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതുമ്പോഴോ നിങ്ങൾ ജാഗിൻ്റെ പരീക്ഷ എഴുതുമ്പോഴോ നിങ്ങൾ LLM ചെയ്യുമ്പോഴോ അതൊന്നും ഒരിക്കലും റിലവൻ്റ് ആയിട്ട് വരുന്ന കാര്യമല്ല. LLM ചെയ്യാനോ ജാഗ് എഴുതാനോ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് എഴുതാനോ നിങ്ങൾ BA പഠിച്ചോ BBA പഠിച്ചോ BCom പഠിച്ചോ എന്നുള്ളത് ചോദ്യമായിട്ടേ വരുന്നില്ല. LLM ചെയ്യുന്ന സമയത്ത് നിങ്ങൾ BCom ആണ് പഠിച്ചെങ്കിൽ കൊമേഴ്സ്യൽ ലോയിൽ LLM ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അറിയാം കാര്യങ്ങൾ എന്നുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ എന്നുള്ള ഒരു ഗുണം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ LLMനും മുനിസിപ്പൽ മജിസ്ട്രേറ്റിനും ജാഗിനും പോലെയുള്ള മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊന്നും. ഇനി ലിറ്റിഗേഷനിലേക്ക് വരുമ്പോൾ തന്നെ ലിറ്റിഗേഷൻ എടുക്കുകയാണെങ്കിൽ പോലും BA ചെയ്തോ BCom ചെയ്തോ BBA ചെയ്തോ എന്നുള്ളത് അത്തരത്തിൽ റിലവൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ ഇത്തരം ഏരിയകളൊക്കെ നിങ്ങൾക്ക് പോകണം, ഇത്തരം ഏരിയകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫാക്ടർ റിലവൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും നല്ലത് നമ്മുടെ ചോയ്സ് ആവുന്നതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ മാത്സിൽ ഒരു ഇത്തിരി വീക്കാണെങ്കിൽ BCom ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ തിയറി പഠിക്കാൻ നല്ല കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് BBA ചിലപ്പോൾ ഒരു ഗുണമായിരിക്കും. എന്നാൽ തിയറിയിൽ ഞാൻ കുറച്ച് വീക്കും മാത്സിൽ ഞാൻ ഇത്തിരി സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് പിന്നെ സ്വാഭാവികമായിട്ടും BCom ആണ്. എനിക്ക് നന്നായിട്ട് എഴുതാൻ അറിയും, എനിക്ക് നന്നായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയും. ഞാനൊരു കത്ത് കൊടുത്തപ്പോൾ തന്നെ എനിക്കത് സാങ്ഷനായിട്ട് കിട്ടി. അതിനുള്ള കഴിവുള്ള ആളാണ് ഞാൻ. എൻ്റെ ഡ്രാഫ്റ്റിംഗ് വളരെ സ്ട്രോങ് ആണ്. എനിക്ക് കണ്ടൻറ് ക്രിയേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷ് ഞാൻ അസലായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് BA LLB നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇത് പ്യുവർലി നിങ്ങളുടെ തീരുമാനമാവണം. ആരും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ BAയോ BComോ BBA എടുക്കേണ്ട കാര്യമില്ല. എനിക്കേത് നല്ലത് എന്ന തിരിച്ചറിവിൽ നിങ്ങൾ വരിക. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഏത് തിരഞ്ഞെടുക്കണം എന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച ഗവൺമെൻറ് ലോ കോളേജിൽ തന്നെ സീറ്റ് നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.